أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا കിതച്ചുകൊണ്ട് കുതിച്ചോടുന്ന പടക്കുതിരകളാണ് ഈ സത്യം. ആദിയാത്ത് എന്ന പദം പടക്കുതിരകളെയാണ് സൂചിപ്പിക്കുന്നത്. അഥവാ ഇടം വലം നോക്കാതെ ശത്രുവിനെ മാത്രം ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ മുന്നോട്ട് കിതച്ചു പായുന്ന പെൺകുതിരകളാണ് സത്യം എന്നാണ് അള്ളാഹു പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അള്ളാഹു സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം കുതിരകളെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം? അതിന്റെ റീസൺ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അള്ളാഹു അവരെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതി എന്ന് നമുക്ക് മനസ്സിലാവും. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ജീവികളായിരുന്നു കുതിരകൾ, പ്രത്യേകിച്ചും പെൺകുതിരകൾ. കാരണം പെൺകുതിരകൾക്ക് ആൺകുതിരകളേക്കാൾ വേഗത കൂടുതലായിരുന്നു. യുദ്ധാവശ്യങ്ങൾക്കായി അവർ പടക്കുതിരകളെ ധാരാളമായി ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെയുള്ള കരുത്തുറ്റ കുതിച്ചോടുന്ന പടക്കുതിരകൾ തനിക്ക് ഉണ്ടാവുക എന്നത് അവർ ഏറെ അഭിമാനത്തോടെയായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ യുവതലമുറയ്ക്ക് ചീറിപ്പായുന്ന റേസിംഗ് കാറുകൾ എത്രത്തോളം ഇഷ്ടവും ഹരവുമാണോ അത്രത്തോളമായിരുന്നു അവർക്ക് ഇത്തരം പെൺകുതിരകളോടുള്ള സ്നേഹം. കുതിച്ചോടുമ്പോൾ മൃഗങ്ങളിൽ നിന്നുണ്ടാവുന്ന കിതപ്പിനെയാണ് ലൊബ്ഹ എന്ന് പറയുന്നത്. കൂടുതലായും ഈ പദം ചെന്നായക്കൂട്ടങ്ങൾ ഇര പിടിക്കുന്നതിനെ ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത്. എന്നാൽ ഇവിടെ ഈ വാക്കിന് കുതിരകളോടൊപ്പം ചേർത്ത് പറഞ്ഞതിനർത്ഥം ചെന്നായക്കൂട്ടങ്ങൾ പോലെ ഇരയെ തെല്ലും പേടിയില്ലാതെ ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്ന കുതിരകളെ വർണ്ണിക്കുവാൻ വേണ്ടിയാണ്. ഫൽ മൂരിയാതി ഖദ്ഹ, അങ്ങനെ കുതിച്ചോടുന്ന സന്ദർഭം. അക്കാരണത്താൽ കുളമ്പടികൾ നിലത്തുരസി തീപ്പൊരി പറത്തുന്നവയാണ് സത്യം. ആ പടക്കുതിരകളെ വീണ്ടും അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. ഈറ എന്ന പദത്തിൽ നിന്നുമാണ് മൂരിയാത്ത് എന്ന പദം വരുന്നത്. തീ ഉണ്ടാക്കുക എന്നാണ് അതിനർത്ഥം. അറബിയിൽ തീ ഉണ്ടാക്കുക എന്നതിന് വേറെയും പദങ്ങളുണ്ട്. എന്നാൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസി തീ ഉണ്ടാക്കുന്നതിന് പ്രത്യേകമായി പറയുന്നതിനാണ് മൂരിയാത്ത് എന്ന പദം ഉപയോഗിക്കാറുള്ളത്. ശത്രുവിനെ ലക്ഷ്യമാക്കി കുതിക്കുമ്പോൾ കുളമ്പുകൾ നിലത്തെ കല്ലിലും ചില്ലയിലുമെല്ലാം ഉരസി ചുറ്റിലും ആകെ തീപ്പൊരി പറത്തുകയാണ് ഈ കുതിരകൾ. ഖദ്ഹ എന്നാണ് അതിനൊപ്പം പറയുന്നത്. ഉച്ചത്തിൽ അടിക്കുന്ന ശബ്ദത്തിനെയാണ് ഖദ്ഹ എന്ന് പറയുന്നത്. തീപ്പൊരി പറത്തി ഓരോ കാലടികളും ഉച്ചത്തിൽ അലയടിച്ചാണ് അവ കുതിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ശത്രുവിനെ ലക്ഷ്യമാക്കി ചുറ്റിനും തീപ്പൊരി പറത്തി കിതച്ചോടുന്ന ഒരു കൂട്ടം കുതിരകൾ. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു കുതിരകളുടെ ഓട്ടത്തെയും അങ്ങനെ ചുറ്റിലും ഉണ്ടാകുന്ന തീപ്പൊരിയെയും ഒക്കെ വർണ്ണിക്കുന്നത്. കേട്ടിരിക്കുന്നവരെ തന്റെ സംസാരത്തിൽ പിടിച്ചിരുത്തുന്ന തരത്തിൽ അവരെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്.